ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ ഫുൾ മൂൺ റീഡിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മൂണിൻ്റെ എനർജി, ഫുൾ മൂൺ തുടങ്ങുന്നതിന് മുൻപും ഫുൾ മൂൺ തീർന്നു കഴിഞ്ഞാൽ തന്നെയും അതിൻ്റെതായ എനർജി പ്രപഞ്ചത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ശക്തമായ ഫുൾ മൂൺ എനർജി. അപ്പോൾ ഇത്തവണത്തേത് കുറച്ചുകൂടി ശക്തിയേറിയ എനർജിയാണ്. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ത് ശുഭകാര്യമാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഈ റീഡിംഗ് ജനറലാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. എന്ത് ശുഭകാര്യമാണ് ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് സന്തോഷത്തിൻ്റെതായ എനർജിയാണ്. അതായത് പ്രോസ്പെറിറ്റി, അബണ്ടൻസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, 4 ഓഫ് വാൻസിന്റെ എനർജി. വളരെ വളരെ ശുഭപ്രതീക്ഷകൾ നൽകുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു എനർജി എന്ന് പറയുന്നത്. ഒത്തിരി സന്തോഷത്തിലേക്ക് പോകാൻ നോക്കുന്നു, ഒരുപാട് നിങ്ങൾക്ക് സന്തോഷിച്ച് അടിച്ചു പൊളിക്കുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത്. കാരണം അതുപോലെ നിങ്ങളുടെ മനസ്സ് നിറയുന്ന സ്നേഹം, ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. ആത്മീയപരമായ കാര്യങ്ങളിൽ നിങ്ങൾ മുൻപോട്ട് വരാനുള്ള ഒരു എനർജിയാണ് ഇപ്പോഴുള്ളത്. അതായത് അതിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുവഴി നിങ്ങൾക്ക് മനസ്സന്തോഷം കൂടുതലായിട്ട് ലഭിക്കുന്ന എനർജി. കാരണം നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സക്സസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടില്ലേ, ചിലപ്പോൾ വിവാഹം നടക്കുന്ന എനർജി, ചിലപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ വീടിന്റെ പാലുകാച്ച, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, വാഹനം വാങ്ങിക്കുക, ഒരുപാട് ശുഭ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജീവിതത്തിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ 1111 എന്നുള്ള നമ്പർ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു മാറ്റം തന്നെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. അതുപോലെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനും സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിക്കാൻ നോക്കിയിരിക്കുന്നവർക്ക് അത് നടക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക്, വീട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്ന എനർജിയാണ്. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ വരുന്നത് എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നതാണ്, അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അടുത്തതായിട്ട് എന്തോ നിങ്ങളിലേക്ക് ശുഭപ്രതീക്ഷകളും കൊണ്ട് ഏതോ ഒരു വ്യക്തി വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ചസിന് ഇവിടെ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന മാറ്റത്തിന് സാധ്യതയായിരിക്കുന്നു. ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാരോ നിങ്ങളിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങളെ കോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ചാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ തമ്മിൽ ആരെങ്കിലുമായിട്ട് നിങ്ങൾ ഇപ്പോൾ ആർഗ്യുമെന്റ്സിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം. അതുമല്ല, വലിയ ഒരു വഴക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. നിങ്ങളിവിടെ എന്തെങ്കിലുമൊക്കെ മത്സര പരീക്ഷകളിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടാവാം. അതുമല്ല എങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മത്സര പരീക്ഷകളിലായിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കാൻ, അല്ലെങ്കിൽ പുറത്തേക്ക് ജയിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. മറ്റുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ സംഘടിക്കുന്നു, അല്ല എങ്കിൽ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ഒരു സംഘർഷത്തിലാണ്. സംഘർഷം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് സംഘടിച്ച് ചേരുന്ന എനർജിയും ഇവിടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഒരു മത്സരത്തിലാണ് എന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിൻ്റെതായ മത്സരമാണ് നിങ്ങൾ, മനസ്സിലായി. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ മത്സരിക്കുന്നു മറ്റുള്ളവരോട്. ഒരുപാട് ശത്രുക്കൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവാം. അതുമല്ല എങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തോട് വിയോജിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവാം. എതിർപ്പ് പ്രകടിപ്പിക്കുന്നവർ ഒത്തിരി പേരുണ്ടാവാം. അവിടെ നിങ്ങൾ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാം. അതുമല്ല എങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ജയിച്ചു മുന്നേറാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയും ഇവിടെ ഒരു എനർജി വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുന്നു.
മറ്റുള്ളവരിൽ നിന്നും ഒരു ജയം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്തോ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങൾ പങ്കെടുത്തിരിക്കുന്നു, അല്ല എങ്കിൽ പങ്കു ചേർന്നിരിക്കുന്നു, അതിൽ നിങ്ങൾ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത്. ഇവിടെ 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. കണ്ടില്ല, നിങ്ങളോട് ചേരുന്നവർ നിങ്ങളോട് ചേരുന്നു. ഇനി അതുമല്ല, നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ഇപ്പൊ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടാവാം, അല്ല അവർ വന്നു ചേരുന്ന എനർജി. അതുമല്ല എങ്കിൽ പുതിയതായിട്ട് നിങ്ങളിലേക്ക് ഒരു സോൾമേറ്റ് കണക്ഷൻ വന്നു ചേരാം. അത്രമാത്രം സന്തോഷകരമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പുതിയ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ടാവണം. ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അതുമല്ല, മറ്റേതെങ്കിലും കാര്യത്തിലാണെങ്കിൽ തന്നെയും നിങ്ങളിപ്പോൾ നിങ്ങളുടെ സമൂഹത്തിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലാകാം, ഏതെങ്കിലും ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നല്ല ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് ഒരുപാട് സ്നേഹിച്ച് പരസ്പരം പല കാര്യങ്ങളും തുറന്നു പറഞ്ഞ് മുന്നോട്ടൊരു സക്സസിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജിയാണ്. ഒരുപാട് സന്തോഷങ്ങളിലേക്ക്, ഒരുപാട് മാറ്റങ്ങളിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെതായ ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. ഒരു സൈക്കിൾ ഇവിടെ എൻഡ് ആവുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല ഒരു സൈക്കിൾ സ്റ്റാർട്ട് ആവുന്നുണ്ട് ഇവിടെ. ആ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെതായ സമയമാണ്. ഇതുവരെ നിങ്ങൾക്ക് സമയം മോശമായിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടാവാം, അല്ലേ? അപ്പോൾ പല പരാജയങ്ങളിൽ നിന്നുമാകാം നിങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങളുടെ സക്സസ് വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ലക്കാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് ഇവിടെ ഭാഗ്യം വരാം. അപ്പോൾ ചില ജോലിക്കാര്യങ്ങളിലാവാം, ചിലപ്പോൾ ചില സാമ്പത്തിക കാര്യങ്ങളിലാവാം, അതുമല്ല എങ്കിൽ മറ്റ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാവാം, ചിലപ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങളിലാവാം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഏത് കാര്യത്തിലാണോ നിങ്ങളിപ്പോൾ ഇത് പ്രതീക്ഷിക്കുന്നത്, ഏത് കാര്യത്തിലാണോ നിങ്ങളിപ്പോൾ ഒരു സക്സസ് പ്രതീക്ഷിച്ചിരിക്കുന്നത്, അവിടെ നിങ്ങളുടെ ഭാഗ്യം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഭാഗ്യത്തിൻ്റെതായ സമയമാണ് എന്ന് കാണുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഭാഗ്യം തെളിഞ്ഞു വരുന്ന ഒരു സമയമാണ് ഇപ്പോഴത്തേത് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു നിറപ്പകിട്ടാർന്ന ജീവിതം നിങ്ങൾക്കിവിടെ ആസ്വദിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അടുത്തതിന് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് 9 ഓഫ് കപ്സിന്റെ എനർജി. വളരെ സന്തോഷകരമായ എനർജിയാണ്. കണ്ടില്ലേ, നിങ്ങളുടെ വിഷസ് കം ട്രൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹ സഫലീകരണമാണ്. വളരെ 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 സന്തോഷം തരുന്ന എനർജിയാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കാർഡ്സും വളരെ സന്തോഷത്തിൻ്റെതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ സേഫായിട്ട് നിങ്ങളുടെ സന്തോഷം ആസ്വദിക്കാൻ സാധിക്കും. ഒരുപാട് സന്തോഷങ്ങളിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്ന ഇവിടെ. ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിരുന്നു, അല്ല എങ്കിൽ ഒരു ആഗ്രഹം സാധിക്കണമെന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അത് സാധ്യമാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കുറെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നു. നിങ്ങളുടെ നേട്ടങ്ങൾ, എന്ത് നേട്ടത്തിലേക്കാണ് നിങ്ങളിപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു നേട്ടം നിങ്ങൾക്ക് കയ്യിലൊതുക്കാൻ സാധിക്കുന്നു, സക്സസിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്ന് നമുക്കിവിടെ പറയാൻ പറ്റുന്നുണ്ട്. ഇവിടെ ചാരിയട്ടാണ് വന്നിരിക്കുന്നുണ്ടല്ലോ. ഇവിടെയും മേജർ അർഖാനയുടെ ചാരിയട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? വിക്ടറി ആൻഡ് സക്സസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ട്.
ദൈവാധീനം, ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഒന്ന് നല്ല ശിവഭക്തരോ നല്ല വിഷ്ണു ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. ഒരുപാട് പേര്, ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര്, അത്തരത്തിലൊരു സന്തോഷം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത്തരത്തിൽ ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് മുൻപോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിപ്പോൾ യാത്ര ചെയ്തു പോകുന്നത്, അല്ലെങ്കിൽ യാത്രകൾ നടത്തുന്നത് എന്തിനാണ്, ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്, എന്ത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നുണ്ട്. ചിലപ്പോൾ വാഹനം വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങളിൽ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. എവിടെയെങ്കിലും ദൂരയാത്ര ചെയ്യാനുള്ള ഒരു സമയമാണ്. വാഹനങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ നോക്കിയിരിക്കുന്നെങ്കിൽ അതിനും സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ. എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഏതൊരു ചലഞ്ചസ് ആണോ നിങ്ങളുടെ മുൻപിലുള്ളത്, അതിനെ നിഷ്പ്രയാസം മറികടന്നു പോകാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഒക്കെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നു, കൈകാര്യം ചെയ്യാൻ കഴിയുന്നു. കൈകാര്യം ചെയ്ത് മുന്നോട്ടൊരു സക്സസ്സിലേക്ക് നീങ്ങാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരുപാട് ദൈവാനുഗ്രഹം നേടിയ ഒരു വ്യക്തിയാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മനസ്സിലായി? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റുന്നു. ഇവിടെ നിങ്ങൾ എന്തോ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കാര്യമായ രീതിയിൽ തന്നെ നിങ്ങൾ ഇവിടെ എന്തോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഒരു ലോങ് ടൈം സക്സസ് ആണ്. കാരണം ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ പ്രയത്നിച്ചിരുന്നതാണ് ഒരു സക്സസിന് വേണ്ടിയിട്ട്. അതിനിവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇവിടെ സാമ്പത്തികമായിരിക്കാം. ഇവിടെ 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഫസ്റ്റിൽ നമുക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് വാൺസിന്റെ എനർജിയാണ് അല്ലെ. വാൺസ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. സോഡ് വന്നിട്ടുണ്ട് രണ്ടാമതായിട്ട്. സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ കപ്പ് എനർജി വന്നിട്ടുണ്ട്. കപ്പ് വാട്ടർ സൈൻ ആണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം നേരത്തെ, എനിക്ക് ഈ സമയത്തേക്ക് ഇതിൽ കിട്ടണം, അല്ലെങ്കിൽ ഇതിന് ഇരട്ടിയായിട്ട് എനിക്കൊരു ലാഭം കൊയ്യണം, അല്ലെങ്കിൽ അതിന്റെ സക്സസ് എനിക്ക് ഇരട്ടിയായി അനുഭവിക്കണം, ആസ്വദിക്കണം, അതെനിക്ക് ലഭിക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് മുൻപേ നിങ്ങൾ ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടാവണം. അല്ല എങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കായിട്ട്, സാമ്പത്തികത്തിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യം ചിലപ്പോഴൊക്കെയും സാധ്യമാകുന്നു. അതിനായിട്ട് നിങ്ങൾ കുറച്ചൊന്ന് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യൂ, ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ എന്നും പറയുന്നുണ്ട്. ഇവിടെയും കാത്തിരിപ്പാണ്. കണ്ടില്ലേ, ഇവിടെയും അതുപോലെ തന്നെയാണ്. 3 ഓഫ് വാൺസിന്റെ എനർജി. നിങ്ങൾ ഒത്തിരി കാലം കൊണ്ട് പ്രയത്നിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും. അപ്പോൾ അത് വന്നു ചേരാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും നമുക്ക് വന്നിരിക്കുന്നത്. എന്തോ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുകയാണ്. കണ്ടില്ലേ, അപ്പോൾ ഇവിടെ കോൺഫിഡൻസ് ആണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആണ്, എനിക്കത് വരുമെന്ന്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ചില സംശയങ്ങളും ഉണ്ട്, എന്നാലും ലഭിക്കുമോ, എന്നാലും അത് കിട്ടുമോ, അത് വന്നു ചേരുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടും നിങ്ങളിവിടെ സംശയിച്ചു നിൽക്കുന്ന എനർജിയും ഇവിടെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ വേണ്ട, നിങ്ങളിലേക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പുതിയ എന്തൊക്കെ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു അച്ചീവ്മെന്റ് ആയിരിക്കാം. നിങ്ങൾക്കത് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലായിരിക്കാം. അതിനായിട്ടുള്ള ഒരു കാത്തുനിൽപ്പാവാം. ഒരുപാട് കാലം കൊണ്ട് പരിശ്രമിച്ചിട്ട് ചിലപ്പോൾ സാധ്യമാകാത്തത് വീണ്ടും വീണ്ടും സാധ്യമാകാൻ വേണ്ടി വീണ്ടും വീണ്ടും പല കാര്യങ്ങളിലും ഹാർഡ് വർക്ക് ചെയ്ത് എഫേർട്ട് എടുത്ത് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനായിട്ട് കാത്തു നിൽക്കുന്നു. ഇനി മറ്റേതൊരു കാര്യത്തിനായാലും നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു അവസരം വന്നു ചേരും എന്നുള്ളതാണ് വന്നിരിക്കുന്നത്.
ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് അബണ്ടന്റ് ആവാൻ കഴിയുന്നുണ്ട്. അബണ്ടൻസിലേക്കുള്ള ഒരു വരവാണ് നിങ്ങൾ ഇപ്പോൾ വരുന്നത്. ഇവിടെ നിങ്ങൾ ബേർഡിനെ കണ്ടില്ലേ, ഇവിടെ നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്നു. പ്രതീക്ഷകളെ പൂവണിയിക്കാനുള്ള ഒരു എനർജിയാണ് ഇവിടെ ഒരു ബേർഡ് കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങിയിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ജോലിയിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക ആവാം. അത് നിങ്ങൾക്ക് വന്നു ചേരും. അല്ലെങ്കിൽ പുതിയ ചില ഷോപ്പുകൾ, ഫാൻസി സ്റ്റോറുകൾ ആയിരിക്കാം, അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറുകളായിരിക്കാം. അതിനൊക്കെ നിങ്ങൾ തുടക്കം കുറിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ജോലിയിലേക്ക് നിങ്ങൾക്ക് ടീച്ചർ ജോലിയാവാം, എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന എനർജി ആവാം. അതുമല്ല എങ്കിൽ ചിലപ്പോൾ വിദേശത്തേക്ക് പോകാനോ വിവാഹം നടക്കാനോ എന്തായാലും ചില കാര്യങ്ങളിൽ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നുണ്ടാവണം. അതിനായിട്ടുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ എഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് അവാർഡുകളൊക്കെ നേടാനുള്ള സമയമായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഒരു ലക്ഷറി ലൈഫിലേക്ക് പോകാനുള്ള സാഹചര്യം ആയിരിക്കുന്നു. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കാനുള്ള ഒരു സാഹചര്യം. ഇൻഡിപെൻഡന്റ് ആവുക, ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അതിൽ പരം മറ്റൊരു കാര്യമില്ല, അല്ലെ? ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആവുന്നതാണ് ഏറ്റവും വലിയ ഒരു ജീവിതത്തിലെ തന്നെ ഒരു സൗഭാഗ്യം. കാരണം മറ്റുള്ളവരുടെ അനുവാദമില്ലാതെ നടക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നുവെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും മഹാഭാഗ്യം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമയത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭൗതികപരമായ ഒരുപാട് കാര്യങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ട്. ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട്. മറ്റു പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇവിടെ സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് അബണ്ടൻസിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയാൻ പോകുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 10 ഓഫ് വാൺസ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ ബാക്കിൽ വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സിന്റെ എനർജി. കാരണം നിങ്ങളോട് മറ്റുള്ളവർക്കുള്ള സ്നേഹത്തിനൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇണങ്ങിയിരുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളോട് ഇണങ്ങി വരുന്ന ഒരു എനർജിയാണ് ഇത്. ഈ ഒരു സമയത്ത് ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും പുതിയ പുതിയ സുഹൃത്തുക്കൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പഴയ ശത്രുതയൊക്കെ മറന്ന് പുതിയ ചില ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പുതിയ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. പഴയ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിങ്ങൾ ഏറ്റെടുത്തിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെയൊക്കെ ഇവിടെ മറികടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അതിൽ നിന്നും പുതിയ ഒരു ലൈഫിലേക്ക് വരാനും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തൊക്കെയോ ചില പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നു. പുതിയൊരു ലൈഫിലേക്ക് തന്നെ നിങ്ങൾ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ഒറക്കൽ കാർഡ്സ് കൂടെ ഒന്ന് നോക്കാവേ. എടുത്തിട്ടുള്ളൂ. ഇവിടെ ക്രൗൺ ചക്രയാണ് വന്നിരിക്കുന്നത്. 7 ആണ് നമ്പർ. ഇമോഷണൽ വിത്ഡ്രോവൽ വന്നിട്ടുണ്ട്. 8 ആണ് നമ്പർ. അപ്പോൾ ഇവിടെ നമ്മൾ 3 കാർഡ്സേ എടുത്തിട്ടുള്ളൂ. നോക്കാം നമുക്ക്. ഇവിടെ യൂണിവേഴ്സ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് യൂണിവേഴ്സിന്റെ തീരുമാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തായിട്ട് ഡെസ്റ്റിനിയാണ് വന്നിരിക്കുന്നത്. അത് തന്നെയാണ് നിങ്ങളുടെ വിധിയാണ്. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ യൂണിവേഴ്സിന്റെ തീരുമാനമാണ്, നിങ്ങളുടെ വിധിയാണ്, ഡെസ്റ്റിനിയാണ് നിങ്ങളുടേത്. അപ്പോൾ നിങ്ങളിവിടെ ഒരു പുതിയ കാര്യത്തിലേക്ക് തുടക്കം കുറിക്കുന്നു, പുതിയൊരു ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഡെസ്റ്റിനി നിങ്ങൾ ചിലപ്പോൾ അനുഭവിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ അനുഭവിച്ച് തീരാറായിട്ടുണ്ടാവണം. അവിടെ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ 8 ആണ് നമ്പർ. ഹോപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മുൻപോട്ട് പോകാൻ ശ്രമിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്ത് കാര്യത്തിനാണോ അതിന് നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അബണ്ടൻസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ 8 നമ്പർ എന്ന് പറയുന്നത് അബണ്ടൻസിന്റെ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇമോഷണൽ വിത്ഡ്രോവൽ. ഇവിടെ 8 ആണ് നമ്പർ വന്നിരിക്കുന്നത്. പഴയ ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു.
മനസ്സിലായോ? പിന്നോട്ട് വരിക എന്ന് പറയുമ്പോഴെന്താണ്, നിങ്ങൾക്ക് ഒരുപാട് വിഷമിപ്പിക്കുന്ന ചില എനർജീസ് നിങ്ങളിൽ ഉണ്ടായിരുന്നുണ്ട് എങ്കിൽ അതിനെ പിന്നോട്ട് കടന്ന് മുന്നോട്ട് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, മുന്നോട്ട് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ വിത്ഡ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിനെ കളയാൻ ആഗ്രഹിക്കുന്നു, എന്നിട്ട് മുന്നോട്ട് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഇവിടെ അബണ്ടന്റ് ആവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയും 8 ആണ് നമ്പർ, ഇവിടെ 7 ആണ്. ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ ആണ് വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ വിജ്ഞാനം ഉണ്ടാകുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാകുന്നു. അത് നേടിയെടുക്കാനുള്ള ഒരു കഴിവ്, ഒരു വിൽ പവർ നിങ്ങൾക്കുണ്ടാകുന്നു. മാനസികമായിട്ട് സ്ട്രെങ്ത്, മെന്റലി നിങ്ങൾ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്, ഒരു അവസരമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ മുൻപോട്ട് വരാനും മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാനും കഴിയുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹോപ്പാണ് വന്നിരിക്കുന്നത്. 1+7 8 എന്ന് പറയുമ്പോൾ അബണ്ടൻസിൻ്റെതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ കൂടുതലായിട്ടും അബണ്ടൻസിലേക്ക് പോകാൻ, അത് ഏതൊരു കാര്യത്തിലായാലും, സമ്പത്തിൻ്റെ കാര്യമാണോ, സ്നേഹത്തിൻ്റെ കാര്യമാണോ, ഏതൊരു കാര്യമായാലും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു സമൃദ്ധി വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പൊതുവെ വന്നിരിക്കുന്ന എനർജി. നമുക്കിവിടെ മൂൺ കാർഡ് ഇവിടെ നോക്കാവേ. അപ്പോൾ ഈ ഒരു സമയത്ത് ഫുൾ മൂണിന്റെ എനർജി അല്ലേ, നമുക്ക് നോക്കാം. മൂന്ന് കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഹോൾഡ് യുവർ വിഷൻ എന്നുള്ളതാണ്. ഹോൾഡ് യുവർ വിഷൻ വന്നിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നു. അതിന് ബാക്കിൽ വന്നിരിക്കുന്ന ബ്രിങ് ലവ് ഇൻടു ദ സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷനിലേക്ക്, ഈ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കൂടുതലായിട്ട് സ്നേഹം കൊണ്ടുവരൂ എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഹോൾഡ് യുവർ വിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ കാഴ്ചകൾ, നിങ്ങൾ കാണുന്നതിനെ ഒക്കെ നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യൂ, എന്താണെന്നത് മനസ്സിലാക്കൂ എന്നുള്ളതാണ് പറയുന്നത്. എന്ത് കാഴ്ചകളാണോ അല്ലെങ്കിൽ എന്ത് പ്രവർത്തികളാണോ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്, അതിനെ നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഫുൾ മൂൺ എനർജിയാണ്. കാരണം ഇവിടെ എ പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റിസൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നിങ്ങൾ ആരെങ്കിലുമായിട്ട് വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരു റിസൊല്യൂഷനിലേക്ക് വരാൻ പോകുന്നു. അത് നിങ്ങൾക്ക് എല്ലാം അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. മറ്റേതെങ്കിലും വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം, ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. കാരണം ഇവിടെ നമ്മൾ 5 ഓഫ് വാൻസിന്റെ എനർജി വന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ടാരോ കാർഡ്സ് എടുത്തപ്പോൾ അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കുന്നത് ഏത് തരത്തിലുള്ള എനർജീസിലേക്ക് വരണമെന്നാണോ, അത്തരത്തിലുള്ള ആ ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ ഈ ഒരു ആർഗ്യുമെന്റ്സ് പരിസമാപ്തിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. യുവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ. ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടോ, സ്വപ്നത്തിലേക്ക് വന്നിട്ടുണ്ടോ, എന്തൊക്കെയോ നിങ്ങളുടെ ഉള്ളിൽ സഫലമാകണം എന്ന് കരുതി നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന് നിങ്ങൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും സാധിക്കുകയില്ല. അതിനായിട്ട് നിങ്ങൾ ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു പ്ലാൻ ചെയ്യൂ എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ കൂടുതൽ എഫേർട്ട് എടുക്കണം, അതിനായിട്ട് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെയാണ് അത് സാധിക്കാനുള്ളത്. അപ്പോൾ അതിലെല്ലാം നിങ്ങളുടെ ഭാഗ്യം കൂടി നിങ്ങളിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാക്കണമെങ്കിൽ അതിന് പ്രാക്ടിക്കലായിട്ട് എന്ത് പ്ലാനാണോ വേണ്ടത് അത് നിങ്ങൾ നടപ്പിലാക്കുകയാണ് വേണ്ടത്. അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അടുത്തതായിട്ട് യു ആർ ഗുഡ് ഇനഫ് എന്നുള്ളതാണ്. നിങ്ങളിവിടെ മതി, നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അപ്പോൾ ഈ കഴിവുകളൊക്കെയും മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ, അഥവാ ഇത് മറ്റുള്ളവർക്ക് അത് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ പോലെ തിളങ്ങാൻ കഴിയുന്ന ഒരു താരം വേറെ ഇല്ല. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു സ്റ്റാറിനെ പോലെ ആകാൻ കഴിയുന്നു. ഒരു താരമായി തിളങ്ങാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു. അതിന് നിങ്ങൾ ധാരാളം മതി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ?
കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവുകൾ നിങ്ങൾക്കുള്ളിലുണ്ട്, നിങ്ങളത് പുറത്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ലതുപോലെ ഒന്ന് ഷൈൻ ചെയ്യാനുള്ള അവസരമാണുള്ളത്. അതിന്റെ വാല്യൂ മറ്റുള്ളവർ മനസ്സിലാക്കാനും തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ വില മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. അതിന് നിങ്ങൾ തന്നെ ധാരാളം മതി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.